അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉടച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബോൾസ് ആക്കാം. ഞാൻ കണ്ട ടേസ്റ്റ് ചെയ്തൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ ഉമ്മ ഉണ്ടാക്കിയിട്ട് പറയല്ല ഗൈസ്. ഇതിങ്ങനെ ഉരുളാക്കാന്ന് പറഞ്ഞാൽ അത്ര റിസ്ക് ഉള്ള ചെറിയ പണിയൊന്നുമല്ല, നല്ല റിസ്ക് ഉണ്ട് ഗൈസ്. നമ്മള് ഇനി എന്തായാലും മഗ്‌രിബ് നിസ്കരിച്ചു വരാം. മഗ്‌രിബ് നിസ്കരിക്കാതെ കളി വേണ്ട. യെസ് ഗൈസ്, അപ്പം നമ്മൾ ഉരുളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഗൈസ് നമ്മുടെ വീഡിയോ ഇതിൻ്റെ പ്രിപ്പറേഷനിലായതുകൊണ്ട് എടുക്കാൻ മറന്നുപോയി. അതവിടെ കിടന്ന് പൊരിയുന്നുണ്ട്. ഞാൻ ഇതവിടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി വെച്ചോണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കുന്നത് കൊണ്ടാണ് നീ ബോണ്ടാന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു. എന്തിപ്പം അപ്പം ചിലതൊക്കെ 2 കഷ്ണമാവും. അതുകൊണ്ട് നല്ല സൂക്ഷ്മതയോടെ അങ്ങനെ ചെറിയൊരു നമ്മൾ കഴിക്കാനുള്ള രീതിയിൽ ആക്കാണ്. അപ്പോൾ ഇനി എന്തായാലും എല്ലാവരും എൻ്റെ എന്താ പറയുക വീഡിയോസ് ആദ്യം തൊട്ടേയുള്ള കണ്ടിട്ട് അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇത് വേഗം വേഗം ആക്കിയിട്ട് പൊരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ്? മൈദയല്ലമ്മ, മൈദയും കുറച്ച് മഞ്ഞൾപ്പൊടിയും നിങ്ങൾക്ക് അതിനനുസരിച്ച് ലൂസ് കിട്ടേണ്ട വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് അതിങ്ങനെ അതിലേക്ക് ഇത് ചെയ്തെടുക്കുക. എന്ത് ചെയ്യുക, ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് അത് റെഡിയാക്കാം. ഓക്കെ, ഉരുളക്കിഴങ്ങ് കൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമ്മളിത് പൊരിക്കുന്ന കാണിച്ചുതരാം. അപ്പം കാണിച്ചത് അത് പൊരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ കണ്ട യെല്ലോ നല്ല യെല്ലോ ഉണ്ട്. ഇതിൽ കണ്ട മനസ്സിലാവില്ല. അപ്പം അടുത്ത് നമ്മൾ ഇതിങ്ങനെ ഇതിലോട്ടിങ്ങനെ ഡിപ്പ് ചെയ്തിങ്ങനെ കൊടുക്കും. പാത്രം നമ്മൾ ചെറുതായി എടുത്തോണ്ട് കൊണ്ട് ചെറുത് നോക്കിയാൽ നമ്മൾ ആക്കാൻ കഴിയുള്ളൂ.